ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൈഹാൻസ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് കുട്ടികളാണ് കേട്ടോ ചെറിയ കുക്കിംഗ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ജസ്റ്റ് അവർ ഇങ്ങനെ സമയമൊക്കെ കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാറൊക്കെ ഉണ്ട്. അതായത് വല്ല മോമോസ് അല്ലെങ്കിൽ ചില സമയത്ത് ഒരു കേക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ ഒരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ മുമ്പും. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മുമ്പൊരു വീഡിയോയിൽ റൈഹാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്പോഞ്ച് കേക്ക്. എനിക്ക് അത്ര പെർഫെക്റ്റായിട്ട് കേക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല. പക്ഷെ അവന് ഒരു പ്രാവശ്യം ആദ്യം ഉണ്ടാക്കിയതൊക്കെ പാളിപ്പോയിട്ടുണ്ടെങ്കിലും പിന്നെ രണ്ടാമതും മൂന്നാമതൊക്കെ ഉണ്ടാക്കിയ സ്പോഞ്ച് കേക്കൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നോമ്പിന് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എഗ് മോമോസാണ് കേട്ടോ. നമ്മൾ നോമ്പിന് ഒരു പ്രാവശ്യം ചിക്കൻ മോമോസ് അങ്ങാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിശക്കുമ്പോഴൊക്കെ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി തിന്നാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാനധികം സമ്മതിക്കാണ്ടിരിക്കുന്നത് മുമ്പ് പറഞ്ഞ പോലെ എനിക്ക് പാത്രം കഴുകാനൊക്കെ കുറച്ച് മടിയുള്ള ആളാണ്. അപ്പോൾ അത് കിച്ചനൊക്കെ ഒന്ന് മെസ്സപ്പ് ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ സമ്മതിക്കാത്തതൊക്കെ കേട്ടോ. പിന്നെ ഇടയ്ക്ക് വിചാരിക്കും കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തിട്ട് ഒന്ന് പറഞ്ഞാൽ എല്ലാം കുട്ടികളെ മുമ്പിൽ അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് ശീലിപ്പിക്കുന്ന കാട്ടി നല്ലത് കുട്ടികൾ എന്തെങ്കിലുമൊക്കെ അവർ ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്ത് പഠിക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്വന്തം കാര്യങ്ങളൊക്കെ ചിലതൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കുക. അതായത് അവരുടേതായ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ വലുതായാലും നമ്മൾ അവരെ ബാക്കിൽ നടന്ന് എല്ലാം ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് എത്ര വലുതായാലും എത്ര തന്നെയാണ് അവർക്ക് ഒരു സപ്പോർട്ടില്ലാണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും കുട്ടികളിന് അവരുടേതായ കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് പഠിപ്പിക്കണം. എന്ന് വെച്ചിട്ട് നമ്മൾക്ക് കുട്ടികളോട് സ്നേഹമില്ലാണ്ടൊന്നുമല്ല. നാളെ പിറ്റേന്നോ എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ പുറത്തൊക്കെ പോയി ഒറ്റക്കൊക്കെ താമസിക്കേണ്ടി വന്നാൽ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ചെയ്യാനൊന്നും. അതായത് സ്വന്തം എണീച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കുക, ഇതൊക്കെ അവരായിട്ട് തന്നെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഈ കുട്ടികളെ ഇടയ്ക്കൊക്കെ അവർ ചെയ്തിട്ട് പോകും. ഒഴിവില്ലാത്ത സമയത്ത് മാത്രമാണ് ഞാൻ ചെയ്ത് കൊടുക്കാറ് കേട്ടോ. ബാക്കി സമയത്തൊക്കെ അവർ അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് പോവല്ലേ. സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാത്ത സമയത്ത് വീട്ടിലുള്ള സമയത്ത് ചില സമയത്തൊക്കെ ഭയങ്കര മടി ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ നിർബന്ധിക്കാനൊന്നും പോവില്ല. അവരെ ഇഷ്ടം പോലെ അവർ ചെയ്തോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ നിർബന്ധിച്ചിട്ടൊന്നും ചെയ്യിപ്പിക്കാതെ തന്നെ അവർ പറഞ്ഞ് മനസ്സിലാക്കി ഓരോന്നിങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ അവർക്കും അതൊരു താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ 2 മക്കൾക്കും കുക്കിങ്ങിനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. എനിക്കെന്ന് വെച്ചാൽ അവരെ ഒറ്റക്ക് സ്റ്റൗവിൻ്റെ അടുത്തും എണ്ണേൻ്റെ അടുത്തൊന്നും ഇടാനും ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെ മോമോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ മോമോസ് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി. ഇത് ആവിയിൽ വേവിച്ചെടുത്ത മോമോസ് കേട്ടോ, ഫ്രൈഡ് അല്ല. എനിക്ക് ഫ്രൈഡാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത് ആവിയിൽ വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കെച്ചപ്പും ചില്ലി സോസും ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് രാത്രി വീട്ടിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ബ്ലാക്ക് ഫോറസ്റ്റ്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.